എങ്ങനെയാണ് ഷാർക്ക് ടാങ്കിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? സോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷാർക്ക് ടാങ്ക് സീസൺ 1 കണ്ടത് തന്നെ എൻ്റെ പാർട്ട്ണർ പറഞ്ഞതിന് ശേഷമാണ്. ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. നമ്മൾക്ക് ഒരു ഐഡിയയും ഒരു ഇൻഫർമേഷനും അവർ തരില്ല. അവസാനം എനിക്ക് ഓർമ്മയുണ്ട് എയർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് സംശയമായിപ്പോയി. ജസ്റ്റ് ഇൻ ഫെബ്രുവരി ഇറ്റ്സെൽഫ് വി ഹാവ് ക്ലോസ്ഡ് അറ്റ് അറൗണ്ട് 15 lakhs ആൻഡ് ഇറ്റ് സ്റ്റിൽ ഗ്രോയിങ്. ദ നമ്പേഴ്സ് ആർ ഗ്രോയിങ്. മെയിൻറ്റെയിൻ്റെ ഒരു സ്പെസിഫിക് നീഷാണ് ഞാൻ ക്രാക്ക് ചെയ്യാൻ നോക്കുന്നത്. സോ പേഴ്സണലി സ്പീക്കിംഗ് എനിക്ക് ചെറുപ്പം പോലെ ചുരുളമുടിയായിരുന്നു. ആൻഡ് വീട്ടിലാർക്കും അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക, അത് എങ്ങനെയാണ് നോക്കുക, അതിൻ്റെ കെയർ വേറെ തന്നെ ടൈപ്പ് ഒരു കെയറാണ്. പക്ഷേ സാർ എന്ന് പറഞ്ഞ പോലെ ലൈക്ക് മീഡിയയും മൂവീസും അപ്പോഴൊക്കെ ദിസ് ഇസ് ബാക്ക് ഇൻ 2016-17 അപ്പോഴൊന്നും അതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ഐ റിമെമ്പർ 11th ഗ്രേഡിൽ ഞാൻ പഠിക്കുമ്പം ഞാൻ വീട്ടിൽ ആരുടെ പറയാതെയാണ് പാർലറിൽ പോയിട്ട് എൻ്റെ മുടി സ്മൂതൻ ചെയ്തു. ആൻഡ് എൻ്റെ ബ്രദറിന് അറിയായിരുന്നു, പക്ഷേ ഉമ്മയ്ക്ക് വേറെ ആർക്കും വീട്ടിൽ അറിയില്ലായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് എനിക്ക് എൻ്റെ ഹെയർ തീരെ ഇഷ്ടമല്ല. പക്ഷെ അത് കഴിഞ്ഞ് അത് ഫുള്ളി സ്ട്രെയിറ്റ് ആയപ്പം ഇറ്റ് കൈൻഡ് ഓഫ് ഗേവ് ഒരു വേറെ തരം കൈൻഡ് ഓഫ് അക്സെപ്റ്റൻസ്. നമ്മൾ സ്കൂളിലാകുമ്പം വി ആർ ട്രൈങ് ടു ഫിറ്റ് ഇൻ ടു ദ ഫ്രണ്ട്സ് ഗ്രൂപ്പ്സ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അപ്പം ഹെയർ ഒരു വലിയ ഫാക്ടറാണ്. ബിക്കോസ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ചുറ്റിലുള്ള എല്ലാ ഗേൾസിനും നല്ല സ്ട്രെയിറ്റ് ഹെയർ അറ്റ്ലീസ്റ്റ് ഞാൻ പഠിക്കുന്ന സമയത്ത്. സോ അങ്ങനെ ഞാൻ സ്മൂതൻ ചെയ്തു. പിന്നെ ഇതൊരു ചടങ്ങായി. ലൈക്ക് എല്ലാ 8 മാസവും പാർലറിൽ പോയി. ബിക്കോസ് നമ്മൾ ന്യൂ ഹെയർ ഗ്രോ ചെയ്യുമ്പം അതൊരിക്കലും കേളി ആയിട്ട് തന്നെ ഗ്രോ ചെയ്യുള്ളൂ, സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രോ ചെയ്യില്ല. അപ്പോൾ അതിങ്ങനെ പല പ്രാവശ്യം ട്രീറ്റ്മെൻറ്റിന് പോയി. ആൻഡ് ദെൻ ഐ നോട്ടീസ് ദാറ്റ് എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് കൊഴിയായിരുന്നു. ആൻഡ് ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ പഠിക്കുമ്പോഴാണ് ഇറ്റ് ബിക്കെയിം റിയലി ബാഡ്. ബിക്കോസ് അവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ഭയങ്കര ബാഡാണ് നമുക്ക്. സോ അങ്ങനെ ഞാൻ വൺ ഡേ ഡിസൈഡഡ് ഓക്കെ എന്തെങ്കിലും ആവട്ടെ നമുക്ക് ഹെയർ മാനേജ് ചെയ്യാന്നുള്ള രീതിയിൽ ഐ ഡ്രോപ്ഡ് ഇറ്റ്. പക്ഷേ ഞാൻ പഠിക്കുമ്പം ദർ വാസ് എൻ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഇൻ ദുബായ്. അപ്പോൾ ഞാൻ അങ്ങനെ ദുബായിൽ പോകുമ്പോഴാണ് ഒരു ഫ്രണ്ട് വഴി ഐ മെറ്റ് സമൺ ഹു ഹാഡ് ലോങ് ഹെയർ. ഒരു മലയാളി ആയിരുന്നു, ബട്ട് റിയലി ലവ്ലി കേളി ഹെയർ. അപ്പം എൻ്റെ പേഴ്സണാലിറ്റി വെച്ച് ഞാൻ വേഗം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരി അടുത്ത് പോയി ചോദിച്ചു എന്താണ് ഹെയറിന് വേണ്ടി ആക്ച്വലി ചെയ്യുന്നത്, ഹൗ ഡു യു മാനേജ് ഇറ്റ്, ബിക്കോസ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എൻ്റെ ഹെയർ കേളി ആയിട്ട് ടേക്ക് കെയർ ചെയ്യണമെന്ന്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഷീ ടോൾഡ് മീ അബൌട്ട് ദിസ് കോൺസെപ്റ്റ് കോൾഡ് ദ കേളി ഗേൾ മെത്തേഡ്. So it's called the CGM method, and it's actually a book written by a very famous hairstylist in the US called Lorraine Massey. It's kind of considered like the holy book for someone with curly wavy hair. അപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ലൈക്ക് ഡ്രൈ ഹെയർ ഞങ്ങൾ കോംബ് ചെയ്യാൻ പാടില്ല, വെറ്റ് ഹെയർ മാത്രമേ കോംബ് ചെയ്യാൻ പാടുള്ളൂ, ആൻഡ് യു ടു സ്ലീപ്പ് ഓൺ സാറ്റിൻ ടു പ്രൊട്ടക്ട് യുവർ ഹെയർ ഫോർ ലോങ്. അപ്പം അതിനകത്ത് ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിച്ച് വെൻ ഐ റെഡ് ഐ വാസ് ഈവൻ മോർ ഇൻട്രസ്റ്റഡ്. ബിക്കോസ് എനിക്ക് എങ്ങനെയെങ്കിലും ഈ സ്മൂത്തനിങ് പാർലറിൽ പോകുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. ബിക്കോസ് ഫസ്റ്റ്ലി ഇറ്റ് വാസ് എ വെരി എക്സ്പെൻസീവ് അഫെയർ. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അവർ പൈസ അയച്ചു തരുമ്പം ഞാൻ പാർലറിൽ പോയി സ്മൂത്തൻ ചെയ്യാന്ന് പറയുമ്പം it's not, it doesn't work. So then I started ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് വായിക്കുമായിരുന്നു. ആൻഡ് ഓൾറെഡി ഇത് US-ലൊരു വലിയ ബൂമായിരുന്നു. ബിക്കോസ് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കൻ അമേരിക്കൻസ് ഉള്ളത്. ആൻഡ് അവരുടെ ഹെയറും അവരിങ്ങനെ പല സ്മൂത്തനിങ്, വീവിങ് ഓർ ദേ യൂസ് ടു വെയർ വിഗ്സ്. സോ ഫോർ ദെം ഓൾസോ ദേ സ്റ്റാർട്ടഡ് എംബ്രേസിങ് ദ നാച്ചുറൽ. ഇതൊരു വലിയ മൂവ്മെൻ്റ് ആയി അവിടെ. അപ്പം സോ മെനി ബ്രാൻഡ്സ് വർ അവൈലബിൾ അബ്രോഡ്, എസ്പെഷ്യലി ഇൻ ദ US. അപ്പം ഞാൻ ഐ റിമെമ്പർ ആരെങ്കിലും പോകുമ്പം ഐ യൂസ് ടു ടെൽ ദം ഇന്ന ഷാംപൂ വാങ്ങിക്കുക, ഇന്ന കണ്ടീഷണർ വാങ്ങിക്കുക, ഇന്ന സ്റ്റൈലേഴ്സ് വാങ്ങിക്കുക. സോ ഇതിനകത്ത് ഒരു ഷാംപൂ കണ്ടീഷണർ മാത്രമല്ല, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഇപ്പം നിങ്ങൾ കാണുന്നതിൻ്റെ ഇത് ഒബ്വിയസ്ലി ഇറ്റ് ഇസ് മൈ ഒറിജിനൽ ഹെയർ, ബട്ട് വി യൂസ് എ ക്രീം ആൻഡ് എ ജെൽ, ലൈക്ക് എ ജെൽ മെയ്ഡ് ഔട്ട് ഓഫ് ഫ്ലാക്സ് സീഡ്സ്. ആൻഡ് അത് വെച്ചിട്ടാണ് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യുന്നത്. സോ യുവർ ഹെയർ വിൽ റിമെയിൻ ലൈക്ക് ദിസ് ഫോർ ദ നെക്സ്റ്റ് 3 days. ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ്. So I remember asking a cousin of mine, are you going abroad? Please bring me into a shampoo, conditioner and leave-in conditioner. And it was very expensive. I remember a shampoo and we used to pay around 2,500 rupees because it was not available in India and people were very desperate. എങ്ങനെയെങ്കിലും മുടി രക്ഷിക്കണം, because it's such an important part of your identity. നമ്മൾ എവിടെ എത്ര നല്ല ഡ്രസ്സ് ഇട്ട് പോയാലും ഹെയർ ആണ് ആക്ച്വലി ആൾക്കാർ ആദ്യം നോട്ടീസ് ചെയ്യുക. സോ then I discovered CGM. ഞാൻ തന്നെ എൻ്റെ ഹെയറിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് പഠിച്ചു. ആൻഡ് ഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു ഇൻഫ്ലുവൻസറാണ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു ചെറിയ ലെവൽ ബ്ലോഗർ. ഷീ വാസ് ആക്ച്വലി എ മദർ ഓഫ് 3 children ആൻഡ് ഷീ വാസ് ഓൾസോ ട്രൈങ് ടു ഫിഗർ ഔട്ട് എങ്ങനെയാണ് കേളി ഹെയർ മാനേജ് ചെയ്യുക. ബട്ട് ഷീ യൂസ് ടു പോസ്റ്റ് അബൌട്ട് ഇറ്റ് ഓൺലൈൻ ഓൺ Instagram. And she made a group, and that group I think it was less than 50 women, and everybody had the same story. Everybody had the same problem. They all grew up hating their hair from childhood, and finally they were like, we want to embrace our hair, we want to stop straightening it. So ഞങ്ങൾ എല്ലാവരും കൂടെ പൂളിൻ ചെയ്ത് പ്രോഡക്ട്സ് വാങ്ങിക്കുമായിരുന്നു.
ഒരാളുടെ അഡ്രസ്സിലേക്ക് US നിന്ന് വരുത്തിക്കും. അപ്പം നമുക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരുന്നു. പിന്നെ ആ ഗ്രൂപ്പിനകത്ത് ബ്ലോഗർ തന്നെ ഒരു വെബ്സൈറ്റും സ്റ്റാർട്ട് ചെയ്തു, where she will bring these products from the US. നമുക്ക് നേരിട്ട് ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്ത് വാങ്ങിക്കാവുന്ന രീതി. ബട്ട് ഈവൻ ദെൻ ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ്. ലൈക്ക് ഒരു ഷാമ്പൂവിനൊക്കെ 2700, 2400. സോ ഒരു ഫുൾ സെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്കും തന്നെ ഒരു 10,000 പോകും. സോ ദാറ്റ്സ് വെരി എക്സ്പെൻസീവ്. അപ്പം ആ ഒരു ഗ്രൂപ്പിലാണ് എൻ്റെ പാർട്ട്ണർ, ഇപ്പോഴത്തെ co-founder, ദി അതർ co-founder, യൂബ എന്നാണ് പേര്. ഷീസ് ഫ്രം ബോംബെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തു. ലൈക്ക് വി യൂസ് ടു ടോക്ക് എ ലോട്ട് അബൌട്ട്. പുള്ളിക്കാരിക്ക് കളേർഡ് കേളി ഹെയർ ആയിരുന്നു. സി ആസ് ഇറ്റ് ചുള്ളമുടി മാനേജ് ചെയ്യാൻ പാടാ. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇത് കളേർഡും കൂടെ ആകുമ്പോൾ യു വിൽ ബി മോർ ക്യൂരിയസ് എങ്ങനെയാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. സോ ദെൻ വി യൂസ് ടു ഇൻറ്ററാക്ട്. ഷീ ഈസ് ആക്ച്വലി എ ഡെൻറ്റിസ്റ്റ് ബൈ പ്രൊഫഷൻ, ബട്ട് നല്ല സയൻറ്റിഫിക് നോളജ് ഉണ്ട് പ്രോഡക്ട്സ്, ഇൻഗ്രീഡിയൻസിനെ പറ്റി. അപ്പം ഈ ബുക്കിനകത്തും ശരിക്കും പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസിൻ്റെ യൂസേജ് ആണ് ശരിക്കും അവർ എഴുതിയിട്ടുള്ളത്. വാട്ട് ഈ സൾഫേറ്റ്സ് എന്ന് പറയുന്ന സംഭവം എത്രയും ഡാമേജിങ് ആണ് നമ്മുടെ ഹെയറിന്, അല്ലെങ്കിൽ സിലിക്കോൺസ് ഉപയോഗിക്കുമ്പം എത്രയും ഡ്രൈയിങ് ആണ് നമ്മുടെ ഹെയറിന്. സോ കേളി ഹെയർ ഇസ് നാച്ചുറലി വെരി ഡ്രൈ. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇസ് വാട്ടർ. നല്ല വാട്ടർ, ലൈക്ക് വാട്ടർ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ ഈ ലീവൻ അല്ലെങ്കിൽ ജെൽ അതിന് മേത്ത് ഉപയോഗിക്കുമെങ്കിൽ യുവർ ഹെയർ ഇസ് സെറ്റ്. ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ്. So I remember I got placed in Deloitte in my 3rd year of college. ക്രൈസിൽ പഠിക്കുമ്പോൾ ഞാൻ ഓഡിറ്റ് അസിസ്റ്റൻറ്റ്. ഞാൻ മേജർ ചെയ്തത് ഫൈനാൻസിലായിരുന്നു. സോ ഒബ്വിയസ്ലി ഐ വെൻറ്റ് ഇൻ ഫോർ എ ഫൈനാൻസ് റോൾ. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരു ഹോളിഡേ ഉണ്ടായിരുന്നു ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, വെൻ ഐ വാസ് ബാക്ക് ഹോം. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ഈ കൊപ്രായം മൊത്തം കാണുമോ, ഞാനിങ്ങനെ മുടി എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നു, സാറ്റിൻ വെച്ച് കവർ ചെയ്യുന്നു, സാറ്റിൻ പില്ലോ കേസ് വാങ്ങിക്കുന്നു. സോ they used to be like, okay, she's doing something. But my sister-in-law used to definitely, she saw the passion. And she came and told me that പുള്ളിക്കാരി സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ്, ഒരു മീഡിയ ഏജൻസി ഇതിന് മുമ്പ് റൺ ചെയ്തിട്ടുണ്ട്. So she used to come and tell me, see, if you're really passionate about it, why don't you start something? It can be something small. And ഈ ഇടയ്ക്ക് നമുക്ക് ഇൻസ്റ്റഗ്രാം ഉള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വെറുതെ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഒത്തിരി എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരും. സോ അങ്ങനെ ഇൻ ബോംബെ ഐ മെറ്റ്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ പോകുന്നത് തന്നെ ഈ കാര്യം ഡിസ്കസ് ചെയ്യാനാണ്, യൂബാനെ മീറ്റ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ, വി കൻ സ്റ്റാർട്ട് വിത്ത് ഹെയർ ആക്സസറീസ്. ബിക്കോസ് പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഒബ്വിയസ്ലി നമുക്ക് ചെയ്യേണ്ട കാര്യം. പക്ഷേ പ്രോഡക്ട്സിൻ്റെ ഫീൽഡും എക്സ്പെർട്ടീസും ഒക്കെ പഠിച്ചു വരണം, കുറച്ച് സമയം പോകും. ബട്ട് ഇൻ ദ മീൻ ടൈം നമുക്ക് ഹെയർ ആക്സസറീസ് നമുക്ക് ലോഞ്ച് ചെയ്യാം. സോ ഹെയർ ആക്സസറീസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഷാംപൂ കണ്ടീഷണറൊക്കെ പറഞ്ഞു, അതല്ലാതെ ദർ ആർ എ ഫ്യൂ സെറ്റ് ഓഫ് പ്രോഡക്ട്സ് വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മാനേജിങ് യുവർ ഹെയർ. ലൈക്ക് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഒരു സാറ്റിൻ പില്ലോ കേസ്, പിന്നെ ഒരു സാറ്റിൻ ക്യാപ്പ് ഉണ്ട്, പിന്നെ സ്ക്രഞ്ചീസ് ഉണ്ട്, പിന്നെ ദർ ഇസ് വൺ യുണീക്ക് പ്രോഡക്റ്റ് കോൾഡ് എസ് എ ഹീറ്റ് ക്യാപ്പ്. നൗ ഹീറ്റ് ക്യാപ്പ് നമ്മൾ പാർലറിൽ പോയിട്ട് ഈ ഹെയർ സ്പാ അല്ലെങ്കിൽ സ്റ്റീം അത് ചെയ്യുന്നതിന് പകരം ദർ ഇസ് ദിസ് വൺ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വിച്ച് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് ഫ്ലാക്സ് സീഡ്സ് ആൻഡ് ടെറി കോട്ടൺ. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ മൈക്രോവേവിനകത്ത് 3 minutes വെച്ചാൽ ഇറ്റ് ക്യാൻ റീറ്റെയിൻ ഹീറ്റ് അപ് ടു 40 minutes. So this is like a very important product while applying the conditioner on your hair. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന. So this I remember she ordered from the US and she paid some 4,000 rupees for it. And she was like, this is just like flax seeds and material. I have a tailor who has been in the family for so long. എനിക്ക് പുള്ളിക്കാരിടത്തൊന്ന് ചോദിച്ചു നോക്കാം ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന്. So then we stitched it and we made a few copies of it and we opened an Instagram page. ഒരു നെയിം കണ്ടുപിടിച്ചു, Manetain ആണ്. വി തോട്ട് ഇറ്റ് വാസ് വെരി യുണീക്ക്. ഞങ്ങളുടെ ഒരു ആ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ഒരു ഫീമെയിൽ തന്നെയാണ് പേരും റെക്കമെൻഡ് ചെയ്തത്. ബിക്കോസ് ദേ വർ ഓൾ സോ എക്സൈറ്റഡ്. സംബഡി ഫ്രം ദ കമ്മ്യൂണിറ്റി ഈസ് ട്രൈങ് ടു ഡു സംതിങ് ഫോർ ദ കമ്മ്യൂണിറ്റി. സോ ഇറ്റ് ബിക്കേം ലൈക്ക് എ വെരി ബിഗ് ഹാപ്പി ന്യൂസ് ഓൾസോ ഫോർ ദെം. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തു. ഇൻഫാക്ട് എൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് പോലും അവരായിരുന്നു. ആൻഡ് ഡേ 1 തന്നെ നമുക്കൊരു 50 to 60 ഓർഡേഴ്സ് ഒറ്റയടിക്ക് കിട്ടി, ജസ്റ്റ് ഫോർ ദാറ്റ് ഹീറ്റ് ക്യാപ്പ്. ബിക്കോസ് എല്ലാവർക്കും അറിയാം, ഇത് ഇവർ ഉണ്ടാക്കിയത്. ആൻഡ് വി ഹവ് ബിൻ വെരി ആക്റ്റീവ് ഇൻ ദ ഗ്രൂപ്പ്. നമ്മളെപ്പോഴും ഏത് പ്രോഡക്റ്റാണ് നമുക്ക് വർക്ക് ചെയ്തത്, ഏത് ബ്രാൻഡാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് എന്താ വർക്ക് ചെയ്യാത്തത്, വി യൂസ് ടു ഷോ ആ പിക്ചേഴ്സ്, വി യൂസ് ടു ഷോ ദം ദ മെത്തേഡ്, നമ്മൾ ചെയ്ത മെത്തേഡ്. ബിക്കോസ് ഇത് ആക്ച്വലി ഒരു ലേണിംഗ് കർവാണ്. അപ്പം ഒത്തിരി വീഡിയോസ് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ബുക്കിനകത്ത് കുറേ എഴുതിയിട്ടുണ്ട്, ബട്ട് ഇൻ റിയാലിറ്റി ഒരാൾ കാണിച്ചു തരുമ്പോൾ മാത്രമേ നമുക്കത് എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുക, വാട്ട് വർക്ക്സ് ഫോർ യു, വാട്ട് ഡസൻറ്റ് വർക്ക് ഫോർ യു, ആ ഒരു നോളജ് കിട്ടുക. സോ ഇൻഫാക്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ ഒത്തിരി പേര് ഇൻഫ്ലുവൻസേഴ്സായി. ഇറ്റ്സ് കോൾഡ് ദ കേളി ഹെയർ കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഇതൊരു 70 to 1 lakh ഒരു ഫേസ്ബുക്ക് പേജ് തന്നെയുണ്ട് ഇതിന്. എവ്രിബഡി ജസ്റ്റ് ടോക്സ് അബൌട്ട് ഹൗ ടു ടേക്ക് കെയർ ഓഫ് കേളി ഹെയർ. സോ ദാറ്റ് ഈസ് ഹൗ ദ ഐഡിയ കെയിം അബൌട്ട് ആൻഡ് വി സ്റ്റാർട്ടഡ് ഇറ്റ് on 6th October 2018 is when I started the brand on Instagram. And ഒരു 4 months നമ്മൾ ഇൻസ്റ്റഗ്രാം DMs ആ വഴി തന്നെ പോയി. ബട്ട് ഇറ്റ് ബിക്കെയിം റിയലി ഹെക്റ്റിക് ബിക്കോസ് ഞാൻ ഡെലോയിറ്റിൽ വർക്കും കൂടി ചെയ്യായിരുന്നു. ആൻഡ് പുള്ളിക്കാരി വാസ് എ ഫുൾ ടൈം ഡെന്റിസ്റ്റ്. അപ്പം വി വർ ലൈക്ക്, ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല, വി വിൽ ഹാവ് ടു മൂവ് ഇൻ ടു എ വെബ്സൈറ്റ്. അങ്ങനെയാണ് നമ്മൾ ഷോപ്പിഫൈയിൽ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ദാറ്റ്സ് ഹൗ ദ ജേർണി ബിഗാൻ.
ബാംഗ്ലൂരിൽ പഠിച്ച കാര്യം പറഞ്ഞു. ശരിക്കും പഠിച്ചത് പുറത്താണോ അതോ ഇവിടെയാണോ? അതുപോലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഞാൻ 10th വരെ രാജഗിരി പബ്ലിക് സ്കൂൾ കളമശ്ശേരിയിലാണ് പഠിച്ചത്. 11th and 12th ഊട്ടിയിൽ ലോറൻസ് സ്കൂൾ ലവ്ഡേൽ എന്ന് പറയും, ഞാൻ ബോർഡിങ്ങിലാണ് പഠിച്ചത്. അതിനുശേഷമാണ് ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബികോം ഓണേഴ്സിന് പോയത്. സോ ഐ ഓൾസോ കം ഫ്രം എ ഫാമിലി ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്. ചിലപ്പോൾ നിങ്ങൾ അറിയുമായിരിക്കും, ഹൈക്കൗണ്ട് എന്ന് പറയും, മാനുഫാക്ചറിങ് കമ്പനിയാണ്. സോ വി ആർ ഇത് 43-year-old ബിസിനസ്സാണ്. PVC പൈപ്പ്, ഫിറ്റിംഗ് ടാങ്ക്, അതെല്ലാം. സോ ഐ ഹാഡ് നോ ഇൻറ്റൻഷൻ ടു ജോയിൻ ദ ഫാമിലി ബിസിനസ്. പക്ഷേ ലാസ്റ്റ് ഇയർ കോവിഡിൽ എൻ്റെ ബ്രദർ മരിച്ചു, എൻ്റെ ഏറ്റവും മൂത്ത ബ്രദർ. അപ്പോൾ അതിനുശേഷം വേറൊരു ബ്രദറും കൂടിയുണ്ട്. 2 ബ്രദേഴ്സുമാണ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ലോസ് വന്നതിന് ഒരു കാരണം കൊണ്ട് മാത്രം ഞാനിപ്പോൾ ഒന്ന് ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊച്ചിയിൽ. ബട്ട് ഐ ഹവ് ബിൻ എ മല്ലു ഓൺലി. യാ. അപ്പോൾ ഈ ശരിക്കും ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്നത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ആ ഓൺട്രപ്രന്യൂറൽ സ്പിരിറ്റ് ഒബ്വിയസ്ലി എൻ്റെ ഫാദറിൻ്റെ ആണെന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് പുള്ളി വർക്ക് ചെയ്യുന്ന രീതിയും പുള്ളിയുടെ കൈൻഡ് ഓഫ് കാരിസ്മ ഹാസ് ലൈക്ക് ഫ്രം ഹിസ് ഫാദർ. സോ ആ ഒരു സ്കിൽ ഡെഫിനറ്റ്ലി ഹെൽപ്സ്. ആൻഡ് ബിക്കോസ് ഓഫ് ദ കൈൻഡ് ഓഫ് എക്സ്പോഷർ ദാറ്റ് ഹി ഹാസ് ഗിവൺ അസ്, പെട്ടെന്ന് ഒരാളുടെ അടുത്ത് സംസാരിക്കാനും ഐഡിയാസ് പിച്ച് ചെയ്യാനും ആ ഒരു ക്രിയേറ്റീവ് എലമെൻറ്റ് ഡെഫിനറ്റ്ലി ഗോസ് ടു ഹിം. ബട്ട് ദെൻ അഗൈൻ ഫീൽഡ് ഭയങ്കര ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഒരു പരിധിവരെ ഫാമിലിക്ക് ഇൻഫാക്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് അറിയില്ല, ദേ ആർ ഇൻ ദറ്റ് ഓൾഡ് പ്രിഡോമിനൻറ്റ് ബിസിനസ് ഓഫ് സെല്ലിംഗ് പൈപ്സ് ആൻഡ് മാനുഫാക്ചറിങ്. പക്ഷെ ഞാൻ കളിക്കുന്നത് ഫുള്ളി ഓൺലൈനാണ്. അപ്പം ആ ഇൻസൈറ്റ്സ് ഓൺ ദ ജേർണിയിലാണ് കുറേ പഠിച്ചത്. ചെറിയ പ്രായത്തിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ തുടങ്ങി. അപ്പോൾ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്താ ജോലി എന്നുള്ള ഇതായിരുന്നു അതോ വീട്ടിൽ നിന്ന് കിട്ടിയോ? സോ ഇനിഷ്യൽ ക്യാപിറ്റൽ ബിക്കോസ് ഞങ്ങൾ ഹെയർ ആക്സസറീസ് വെച്ചാണ് തുടങ്ങിയത്. വി പുട്ട് ഇൻ 30,000 ഈച്ച്. അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ നിന്നാണ് ഞങ്ങളിത് വളർത്തിയെടുത്തത്. പിന്നെ അത്രയും എൻക്വയറീസും കാര്യങ്ങളും നല്ലൊരു ബൂം ഉണ്ടായതിൻ്റെ പേരിൽ, ബിക്കോസ് ഹെയർ ആക്സസറീസിൽ ഇന്നും ദർ ആർ ഓൺലി 3 brands ഇൻ ഇന്ത്യ. അതിനകത്ത് ഫസ്റ്റ് ബ്രാൻഡാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു കമ്പറ്റീറ്റീവ് എഡ്ജ് ഉള്ളതിൻ്റെ പേരിൽ. പക്ഷേ ഹെയർ പ്രോഡക്ട്സിൽ ഒത്തിരി പ്ലെയേഴ്സ് ഉണ്ട്. ഇൻഫാക്ട് നല്ല പ്ലെയേഴ്സും ഇപ്പോൾ ഉണ്ട്. ദേ ആർ കമ്പീറ്റിംഗ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ്. എൻ്റെ പ്രോഡക്ട്സ് പ്രീമിയം ആണ്, സോ കുറച്ച് എക്സ്പെൻസീവ് ആണ് കമ്പയർ ടു ഇന്ത്യൻ ബ്രാൻഡ്സ്. ബട്ട് വി ആർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അമൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് വി ആർ ട്രൈങ് ടു ബ്രിങ് ദാറ്റ് ഓൾസോ ഡൗൺ ആൻഡ് ഓപ്റ്റിമൈസ് ദ ഹോൾ തിങ്. ഫസ്റ്റ് പ്രോഡക്റ്റ് നേരത്തെ പറഞ്ഞ ഹീറ്റ് ക്യാപ്പ് ആണ്. അതെ, ഹീറ്റ് ക്യാപ്പ് തന്നെയാണോ ഇപ്പോഴും ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ് അതോ പുതിയ പ്രോഡക്റ്റ് റേഞ്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഡെഫിനറ്റ്ലി ഹീറ്റ് ക്യാപ്പ് ആയിരുന്നു. ഫോർ എ വെരി ലോങ് ടൈം ഹീറ്റ് ക്യാപ്പ് ആയിരുന്നു ഞങ്ങളുടെ ബെസ്റ്റസ്റ്റ് സെല്ലർ. ബിക്കോസ് ഹീറ്റ് ക്യാപ്സ് ഇന്ത്യയിലുള്ളതും ഭയങ്കര കുറവാണ്. ഓൺലി 1 or 2 players ഹാവ് ഇറ്റ്. പക്ഷേ ഇപ്പം എൻ്റെ സെയിൽസ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ദർ ഇസ് 50% സെയിൽസ് കമ്മിങ് ഫ്രം ഹെയർ ആക്സസറീസ് ആൻഡ് 50 കമ്മിങ് ഫ്രം ഹെയർ പ്രോഡക്ട്സ്. ബിക്കോസ് പ്രോഡക്ട്സ് ആണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വിൽ ഹെൽപ്പ് യു മാനേജ് യുവർ ഹെയർ ഇൻ ദ ലോങ് ടൈം. എങ്ങനെ ഫസ്റ്റ് ഒരു ഓർഡർ എങ്ങനെ കിട്ടിയത്? അതായത് ഓർഡർ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പ്രോഡക്റ്റിലേക്ക് പോയത് അതോ പ്രോഡക്റ്റ് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട്? സോ ഒരു ഇത്തിരി കോപ്പീസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് അറൌണ്ട് 7 to 8 പ്രിന്റ്. ഇത് തുണി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 7 to 8 പ്രിന്റ്സ് നമ്മളൊരു 4-5 പീസസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബിക്കോസ് വി ഓൾസോ ഹാഡ് ഫെയ്ത്ത് ഇറ്റ് വിൽ പിക്ക് അപ്പ്. ബിക്കോസ് നമ്മൾ കുറച്ച് ട്രാക്ഷൻ ഓൾറെഡി ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂബ ആൻഡ് ഹിൻഷറ ആർ സ്റ്റാർട്ടിങ് എ കേർലി ഹെയർ ബ്രാൻഡ്. സോ എവരിബഡി വാസ് വെരി എക്സൈറ്റഡ്. സോ പീപ്പിൾ വർ ലിറ്ററലി വെയിറ്റിംഗ് ഫോർ അസ് ടു ലോഞ്ച്. പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ടീസേഴ്സൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി നമുക്ക് പോസ്റ്റ് ചെയ്യാം, ഇന്ന കാര്യം വരുന്നു എന്നൊക്കെ പറയാം. സോ ഒരു ഗൂഗിൾ ഫോം വഴിയാണ് ഞാൻ ഓർഡേഴ്സ് എടുത്തത്. DM-ൽ വന്നതിന് ശേഷം ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യും. പിന്നെ പേയ്മെൻറ്റ് ഒബ്വിയസ്ലി അന്ന് പേഴ്സണലായിട്ട് അക്കൗണ്ടിൽ കൂടെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓർഡർ ഷിപ്പ് ചെയ്തു. അങ്ങനെയായിരുന്നു ജേർണി. ആക്ച്വലി ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇൻഫാക്ട് I would call myself a very lucky founder because ഐഡിയ എങ്ങനെ ഉണ്ടെങ്കിലും it's a ഒരു വലിയ പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ പേര് ആലോചിക്കും, മുടിയോ? ഈവൻ എൻ്റെ ഫാമിലി വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മുടി വെച്ച് എന്ത് ചെയ്യാനാ? പക്ഷേ ദർ ഇസ് എ ലോഡ് പൊട്ടൻഷ്യൽ. ബിക്കോസ് അബ്രോഡൊക്കെ ലൈക്ക് ഇറ്റ്സ് സച്ച് എ സാച്ചുറേറ്റഡ് മാർക്കറ്റ് ആൻഡ് അതിൻ്റെ ഒരു ഇഞ്ച് പോലും ഇന്ത്യയിൽ വന്നിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് സച്ച് എ നീഷ് തിങ് ആൻഡ് ദാറ്റ് വാസ് ഓൾസോ വൺ ഓഫ് ദി റീസൺസ് വൈ വി wanted to go to Shark Tank. Because Shark Tank is such a huge platform. Even funding പോലും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, but more people will get to know about this movement. It's actually like a movement. അപ്പം എൻ്റെ എല്ലാ കമ്പറ്റീറ്റേഴ്സുമാണ് എന്നെ ആക്ച്വലി സപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ ഷാർക്ക് ടാങ്കിൽ വരുന്നതെന്ന് അറിഞ്ഞപ്പം, ഇൻ യൂണിറ്റി, ബിക്കോസ് വി ആർ ഓൾ ട്രൈങ് ടു സോൾവ് ദ സെയിം പ്രോബ്ലം. ആദ്യത്തെ പ്രോഡക്റ്റ് പറഞ്ഞു, അതിനുശേഷം പുതിയ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തത് എങ്ങനെ സ്കെയിലപ്പ് ചെയ്തത് എങ്ങനെയാണ് ശരിക്കും? സോ സ്കെയിലപ്പ് ചെയ്തത് പ്യോർലി ഫോർ ദ ഫസ്റ്റ് 1.5 years വി ഡിഡ്ന്റ് ഡു എനി പെയ്ഡ് മാർക്കറ്റിംഗ് ഓൾസോ.
we were only doing organic, like word of mouth, and we were very active in the community and the page. അപ്പോൾ പേജിൽ ഞാൻ തന്നെ ആയിരുന്നു പോസ്റ്റ് ചെയ്യുന്നത്, ആൻഡ് എൻ്റെ പാർട്ട്ണറും ആ പ്രോഡക്ട്സിൻ്റെ യൂസസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യായിരുന്നു. ഈ ഹെയർ ആക്സസറീസിൻ്റെ സെഗ്മെൻറ്റ് വിതിൻ എ ഇയർ വി ലോഞ്ച് ലൈക്ക് കുറേ സംഭവങ്ങൾ ഒറ്റയടിക്ക് തന്നെ ലോഞ്ച് ചെയ്യായിരുന്നു. ബിക്കോസ് the cloth industry is not very expensive. You can like buy material, you find the right supplier, he will give you the material at the right price. And Bombay, being in Bombay has been such a big blessing, because എല്ലാത്തിൻ്റെയും നമുക്ക് വില കൂടിയത് വേണമെങ്കിൽ വില കൂടിയതുണ്ട്, വില കുറഞ്ഞത് വേണമെങ്കിൽ ഗുഡ് ക്വാളിറ്റി വേണം, എവറിത്തിങ് ഇസ് അവൈലബിൾ ഇൻ ബോംബെ. സോ ആ ഒരു ക്വാളിറ്റി ടെസ്റ്റിംഗ് വി വെരി വെരി പെർട്ടിക്കുലർ അബൌട്ട് ക്വാളിറ്റി. ബിക്കോസ് ഈ പ്രോഡക്ട്സ് എല്ലാം ഞങ്ങൾ പേഴ്സണലി യൂസ് ചെയ്യണം, അതാണ് ഞങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ബിഫോർ സെല്ലിങ് ഇറ്റ് ടു എനിബഡി. ബട്ട് ഹെയർ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഹെയർ ആക്സസറീസിൻ്റെ റവന്യൂ വെച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റിൻ്റെ ടെസ്റ്റിങ്ങും പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള ഫുൾ മണി ഹാസ് ഗോൺ ഫ്രം ഹെയർ ആക്സസറീസിൻ്റെ കളക്ഷൻ തന്നെയാണ് പോയിരിക്കുന്നത്. ആൻഡ് ഹെയർ പ്രോഡക്റ്റിനകത്ത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ഐ റിമെമ്പർ കേരളയിൽ തന്നെ 2-3 ഫോമുലേറ്റേഴ്സ് ഞാൻ മീറ്റ് ചെയ്തു, അവർക്ക് എൻ്റെ ഇൻ്റർനാഷണൽ പ്രോഡക്റ്റിൻ്റെ സാമ്പിൾസ് കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യാവോ, അല്ലെങ്കിൽ ഇതിലൊരു അഡിഷൻ ചേർത്ത് യു ക്യാൻ മേക്ക് ഇറ്റ് ബെറ്റർ. ബട്ട് നോബഡി വാസ് ഏബിൾ ടു ക്രാക്ക് ദ പ്രോഡക്റ്റ്. അവർ ഒന്നും കേരളത്തിൽ വരുമ്പം ദേ വിൽ മേക്ക് ഇറ്റ് ടു ആയുർവേദിക്, ഭയങ്കര എണ്ണയും വല്ലാത്ത സ്മെല്ലും, it's supposed to be very light on the hair. That is how these US products are. But fortunately, എൻ്റെ പാർട്ട്ണറിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ തന്നെ there was a female who had done the course in natural hair care industry, where natural ingredients വെച്ചിട്ട് നമ്മുടെ നീം, പെപ്പർമെൻറ്റ് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഫോമുലേഷൻ ഉണ്ടാക്കാനായിട്ട് ഷീ ന്യൂ. സോ വിത്ത് ഹർ വി യൂസ് ടു ടെസ്റ്റ് ഇറ്റ് ഔട്ട്. സോ അറൌണ്ട് 2 years just went into testing and formulating itself. So which also helped us because we were not looking at funding. And see, ഒരു ഫണ്ടിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പോലും എനിക്ക് ഒരു 1 year മുമ്പേ അറിയില്ലായിരുന്നു. അതുവരെ ഇറ്റ് വാസ് ജസ്റ്റ് എ പാഷൻ പ്രോജക്റ്റ് ഓൺ ദ സൈഡ്. We were helping people, we were building up a community. And COVID-ന് മുമ്പ് there used to be a lot of curl meetups where like ഒരു 10, 15, 20 women will come together, and we would have all met online and in person, become friends. Somebody will be a lawyer, somebody will be a formulator, somebody will be a doctor. So the community itself has really helped and paved way for the business today. Yeah. ഇപ്പോൾ സെയിൽസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. പോസ്റ്റ് ഷാർക്ക് ടാങ്ക് ഒബ്വിയസ്ലി നല്ല ഒരു ബഹളമായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി എക്സ്പെക്റ്റഡ് നമ്മൾ എയർ ആവുന്നൊരു നല്ല പെർസെൻറ്റേജ് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് സ്റ്റോക്ക്, ഒത്തിരി സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള പൈസ വേണം. അപ്പം ഒരു ചെറിയ ലെവൽ സ്റ്റോക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വി ഹാഡ് ഓൾസോ കുറച്ച് കൂടുതൽ ടീംമേറ്റ്സിനെയും, എസ്പെഷ്യലി ഈ വെയർ ഹൗസിലാണ് ടീംമേറ്റ്സ് നമുക്ക് കൂടുതൽ ആവശ്യം വരിക. പാക്കേജിങ്, ഷിപ്പിംഗ്, നമ്മുടെ ഷിപ്പിംഗ് പാർട്ട്നേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ പറഞ്ഞ് ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചതുകൊണ്ട് ഇറ്റ് വാസ് നോട്ട് എ ഡിഫിക്കൾട്ട് പ്രോസസ്. നല്ല സ്മൂത്ത് പ്രോസസ്. സോ ഷാർക്ക് ടാങ്കിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷാർക്ക് ടാങ്ക് സീസൺ 1 കണ്ടത് തന്നെ എൻ്റെ പാർട്ട്ണർ പറഞ്ഞതിന് ശേഷമാണ്. ബിക്കോസ് പുള്ളിക്കാരി പറഞ്ഞു എന്തായാലും ഷാർക്ക് ടാങ്ക് കാണും, ആൻഡ് ദാറ്റ് ഇറ്റ് ഇസ് ഇൻ ഹിന്ദി. അപ്പം why will you watch a Hindi Shark Tank? You can watch the US version or the UK version. അപ്പം ആൻഡ് ഇറ്റ് വാസ് ഓൾസോ എൻ്റെ ബ്രദർ മരിച്ചിട്ട് അധികം നാളായിട്ടുണ്ടായിരുന്നില്ല. സോ ഐ വാസ് ഓൾസോ മെൻ്റലി നോട്ട് ഇൻ എ ഗുഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. സ്റ്റേജിൽ പോയി സംസാരിക്കണം, എന്താ ടു പിച്ച് ചെയ്യണം, ഇതൊന്നും അങ്ങനെ ആലോചിക്കാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ ഞാൻ 2-3 എപ്പിസോഡ് കണ്ടപ്പം ഈവൻ ഐ ഫെൽ ലൈക്ക് നമ്മൾ ഓക്കെ ബിസിനസ് ഫണ്ടിങ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ വെരി ഗുഡ് ഫാക്ടർ ഫോർ ദ ബ്രാൻഡ്. ആൻഡ് നല്ല യുണീക്ക് സ്റ്റോറി ഉണ്ട്. വി സേ ദാറ്റ് വി ആർ യുണൈറ്റഡ് ബൈ കേൾസ് ബട്ട് ഡിവൈഡഡ് ബൈ ജോഗ്രഫി. ദാറ്റ്സ് ഹൗ വി റിലേറ്റ് ടു അവർ സെൽഫ്. സോ ദാറ്റ് ഹാസ് നെവർ ബിൻ എ പ്രോബ്ലം ഫോർ അസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഞാനൊരു PR ഫേമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു ഈ ഐഡിയ പിച്ച് ചെയ്തപ്പം, ബിക്കോസ് ഇറ്റ്സ് ഗുഡ് ഫോർ ദെയർ ഫേം ഓൾസോ ദാറ്റ് വൺ ഓഫ് ദെയർ ക്ലയൻസ് ഇസ് എ ഷാർക്ക് ടാങ്ക് പാർട്ടിസിപ്പൻറ്റ്. അപ്പോൾ അവരും നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് വാസ് ബേസിക്കലി സബ്മിറ്റിംഗ് ഓൾ ദി ഡോക്യുമെൻറ്റ്സ് ലൈക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സും GST അതെല്ലാം സബ്മിറ്റ് ചെയ്യുക, പിന്നെ ഒരു ബേസിക് പ്രൊജക്ഷൻസ് കൊടുക്കുക, ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയ കൊടുക്കുക. ആൻഡ് അതിനുശേഷം വി ഗോട്ട് എ റിട്ടേൺ കോൾ ആൻഡ് ദേ സെഡ് മേക്ക് എ 3-minute പിച്ച് വീഡിയോ. അപ്പോൾ ആ 3-minute പിച്ച് വീഡിയോനകത്ത് യു ഹാവ് ടു ബേസിക്കലി ടെൽ വാട്ട് യുവർ ബിസിനസ് അബൌട്ട്, വാട്ട് ഇസ് ദ പ്രോബ്ലം യു ആർ സോൾവിങ് ആൻഡ് വാട്ട് ഇസ് യുവർ ആസ്ക്. യുവർ ആസ്ക് ഇസ് how much % चाहिए आपको for this shares sort of a thing, for this much money. And അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് ദെൻ അഗൈൻ വി വർ കോൾഡ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട് വിച്ച് വാസ് ഇൻ ബാംഗ്ലൂർ. സോ ബാംഗ്ലൂരിലൊരു ഇൻ-പേഴ്സൺ റൗണ്ട് ആയിരുന്നു. ആൻഡ് ആ റൗണ്ടിനകത്ത് നമ്മൾ സോണി ടീമാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. And I think our round in a main pratyekada is they want to see whether the candidates are capable of being in front of camera, because chala candidates
അടിപൊളി ഐഡിയ ആയിരിക്കും, പക്ഷെ അവർക്ക് ക്യാമറ പ്രസൻസ് ഉണ്ടാവില്ല. ആൻഡ് ദാറ്റ് ഇസ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഷാർക്ക് ടാങ്ക് ആയതുകൊണ്ട്. സോ അവിടെ ആ ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നു. അവിടെ പോലും ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമായിരുന്നു, പുള്ളിക്കാരി ഹിന്ദി സംസാരിക്കുമായിരുന്നു, ആൻഡ് നോബഡി ഹാഡ് എ പ്രോബ്ലം. പിന്നെ ദേ സെഡ് ആ റൗണ്ട് തീർന്നപ്പോൾ അവർ പറഞ്ഞു യു ക്യാൻ എക്സ്പെക്ട് വൺ ഫൈനൽ കോൾ ബൈ ഡിസംബർ 2022 മുമ്പ് കോൾ കിട്ടിയില്ലെങ്കിൽ കൺസിഡർ യുവർ സെൽഫ് റിജക്റ്റഡ്. ബിക്കോസ് അവരങ്ങനെ ഒരു ഇൻഫർമേഷനും പാസ് ഓൺ ചെയ്യില്ല. ഇറ്റ്സ് എ വെരി സീക്രട്ടീവ് ആയിട്ടാണ് അവർ വെച്ചിരുന്നത്. പക്ഷേ in September first week we got a call saying that y'all are called for the final shoot which is happening in Yashraj Film Studio in Mumbai. So please come. And ticket ട്രെയിനിലാണെങ്കിൽ അവർ കുറച്ച് റീഇംബേഴ്സ് ചെയ്ത് തരും. ഫ്ലൈറ്റ് ആയതുകൊണ്ട് അവർ റീഇംബേഴ്സ് ഒന്നും അങ്ങനെ ചെയ്യില്ല. ട്രെയിനിൻ്റെ റേറ്റിൻ്റെ പകുതി വെച്ച് റീഇംബേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് അവിടെ പോയതിന് ശേഷമാണ് ഒരു 3 day. അപ്പോൾ നമ്മുടെ ഷൂട്ട് ഫ്രൈഡേ ആണെങ്കിൽ നമ്മൾ വെനസ്ഡേ അവിടെ ചെല്ലണം. ആൻഡ് ജുഹൂലൊരു നല്ല ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യിപ്പിക്കുക. പിന്നെ ഫുൾ ആ മീഡിയ ടീമിൻ്റെ കൂടെയാണ് നമ്മൾ. ബേസിക്കലി നമ്മുടെ പിച്ച് നമ്മൾ എങ്ങനെ ഡെലിവർ ചെയ്യും, വാട്ട് കൈൻഡ് ഓഫ് എ സ്റ്റോറി, ബിക്കോസ് ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കണം. സോ ഐ റിമെമ്പർ, നിങ്ങൾ എൻ്റെ എപ്പിസോഡ് കണ്ടോ എന്നറിയില്ല, എൻ്റെ പാർട്ട്ണർ വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് have you seen my hair, do you know what I have done to this hair, and then they'll all be like ha who അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഫുൾ ഗിമിക്സ് പഠിപ്പിക്കുന്നത്. പിന്നെ there will also be a Q&A guy who will act like the shark. So who will ask you आपके पिछले महीने का sales कितना है, like how much have you done so far, where are you getting your sales from, what is the numbers. Then it's full numbers game, which is the creative element part. So then finally on the day of the shoot a nice makeup artist will come, take care of you, do everything, and then finally you go pitch and it's going on for 1 hour. And 1 hour nathu nammade full response kayinittu nammal avadne irangum. And nammade phones ellam avaru tap ചെയ്യും. ഇൻഫാക്ട് നമ്മൾ ആ സ്റ്റേജിനകത്ത് കയറുന്നതിന് മുമ്പാണ് അവർ ഒരു റെക്കോർഡിങ് ചെയ്യാനുള്ളൊരു മൈക്കൊക്കെ നമ്മുടെ മേത്ത് ഫിക്സ് ചെയ്യും. സോ നമ്മൾ തുമ്മിയാൽ പോലും ഈവൻ ദ ഷാർക്സ് കെൻ ഹിയർ. സോ ഇറ്റ്സ് വെരി സ്കെയറി. സോ ഇൻഫാക്ട് നമ്മുടെ ഓൺ എപ്പിസോഡിനകത്ത് തന്നെ എനിക്കിവരിങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കാൻ പറയുമ്പോൾ എനിക്ക് അവസാനം പറ്റുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഫംബിൾ ചെയ്യായിരുന്നു, ബിക്കോസ് ലാംഗ്വേജ് ബിക്കം എ ബിഗ് ഇഷ്യൂ. അപ്പോൾ ഞാൻ പുള്ളിക്കാരി അടുത്ത് തിരിഞ്ഞിട്ട് പറയുകയാണ്, ഒന്ന് ഞാൻ പറയുന്ന കാര്യം ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുമോ ഹിന്ദിയിൽ. അപ്പോൾ അതുവരെ അവർ കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. സോ അങ്ങനെയായിരുന്നു ഷാർക്ക് ടാങ്ക്. ആപ്ലിക്കേഷൻ മുതൽ ഇപ്പോൾ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തവരെ എത്ര നാളെടുത്തതിന്? So we started applying I think in Jan of last year we started applying, and telecast ഇപ്പം ഈ വരുന്ന ഫെബ്രുവരിയിലാണ് കഴിഞ്ഞത്. ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. നമ്മൾക്ക് ഒരു ഐഡിയയും ഒരു ഇൻറ്റിമേഷനും അവർ തരില്ല. സോ ഇറ്റ്സ് എ വെരി ആൻഷ്യസ് പ്രോസസ്സ്. അവസാനം എനിക്ക് ഓർമ്മയുണ്ട് എയർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് സംശയമായിപ്പോയി, ബിക്കോസ് 1 മാസമായിട്ട് വെയിറ്റ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ഇയർ എല്ലാവരും വിചാരിച്ചു 1 മാസേ സീസൺ ഉള്ളൂ. അപ്പം ഈ വർഷം എല്ലാവരും വിചാരിച്ചു 1 മാസേ ഉണ്ടാവുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ പാർട്ടിസിപ്പൻസ് തന്നെ ഗ്രൂപ്പ് ഫോം ചെയ്തു. ഷാർക്ക് ടാങ്കിലെ പാർട്ടിസിപ്പൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്ത് ഗ്രൂപ്പ്സ് ഫോം ചെയ്തു. അവിടെ എല്ലാവരും ഇത് തന്നെ പറയാം, എയറാവോ എയർ ചെയ്യലോ, അങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. ബട്ട് എവറിബഡി ഗോട്ട് എയർ. മോസ്റ്റ് പീപ്പിൾ ദാറ്റ് വി നോ ഡീല് കിട്ടിയില്ലെങ്കിലും അവർ എയർ ചെയ്യില്ല എന്ന് ഉറപ്പില്ല. പക്ഷെ ഡീല് കിട്ടിയതിൻ്റെ പേരിൽ ദർ ഇസ് എ ഹയർ പ്രോബബിലിറ്റി ദാറ്റ് ദേ വിൽ ഷോ യു. ആൻഡ് ഇറ്റ് റിയലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടോപ്പിക്. സോ ഐ ഓൾസോ നോ അനദർ ഫ്രണ്ട്, അവർ കേരളത്തിൽ നിന്ന് തന്നെയാണ് പോയത്. ദേ ആർ ഇൻ ടു മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്ട്സ്. പക്ഷേ അവർ പിച്ചും ഭയങ്കര നല്ലായിരുന്നു. ബട്ട് അവർ ബാംഗ്ലൂർ റൗണ്ട് കഴിഞ്ഞ് ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയില്ല, ബിക്കോസ് ലാസ്റ്റ് ഇയർ ഈ മെൻസ്ട്രൽ ഹൈജീൻ്റെ ടോപ്പിക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദ ടോപ്പിക് മാക്സിമം ന്യൂ ടോപ്പിക്സ് കൊണ്ടുവരാനാണ് അവർ ട്രൈ ചെയ്യുന്നത്. അമൻ ഗുപ്ത 75 lakhs ഓഫർ ചെയ്തിട്ടുണ്ട്. കാശ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മെൻറ്ററിങ് കിട്ടി തുടങ്ങിയോ ശരിക്കും? ലൈക്ക് നമ്മൾ ഷാക്കി ടാങ്കിൻ്റെ ഉള്ളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇൻ അവർ ഹെഡ് വി ഹാഡ് ഡിസൈഡഡ് ദറ്റ് വി വിൽ accept the investment either from Vinita, because she is also in the D2C segment and direct to consumer segmentilana, and അല്ലെങ്കിൽ അമൻ ഗുപ്ത. ബട്ട് പേഴ്സണലി എൻ്റെ പാർട്ട്ണർ വിനീതൻ്റെ ഒരു വലിയ ഫാൻ അല്ലാത്തതിൻ്റെ പേരിൽ ഈവൻ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട്, ആൻഡ് ഷീ വാസ് നോട്ട് റിയലി നൈസ് ടു അസ് ഓൺ ദ സെറ്റ് ഓൾസോ. നമ്മൾ വിചാരിച്ച അത്ര ഒരു വുമൻ ഓൺടർപ്രന്യൂറൽ സപ്പോർട്ട് കിട്ടിയില്ല. നമിത വി ഡിഡ്ന്റ് എക്സ്പെക്ട് ഹർ ടു ഫണ്ട്, ബിക്കോസ് ഷീ ഇൻവെസ്റ്റ് ഓൺലി അറ്റ് ബിഗർ സ്റ്റാർട്ടപ്സ്. പുള്ളിക്കാർക്ക് അത്രയും റെസൊനേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ആൻഡ് we personally feel Amit Jain was targeted to be a bad guy to us because of പുള്ളി എന്തായാലും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ല. പുള്ളിയുടെ ഫീൽഡ് അല്ല ഇത്. പുള്ളി വിൽ ഓൺലി ഇൻവെസ്റ്റ് ഇൻ അവരുടെ ഫീൽഡിനകത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. Aman was a very high chance for us because he's exactly doing the same things I am trying to crack, like Amazon listing and things like that. So post the thing, ഈ ടാങ്കി നടക്കുന്നതേ അല്ല ഇൻ റിയൽ നടക്കുന്നത്. ഇൻ റിയൽ അമൻ്റെ ടീം നമ്മളെ അപ്രോച്ച് ചെയ്യും. ഒരു വെഞ്ചർ ക്യാപിറ്റൽ പോലത്തെ ഒരു കമ്പനിയാണ്. ഇറ്റ്സ് കോൾഡ് സെയിൽ ത്രൂ വെഞ്ചേഴ്സ്. അപ്പോൾ അവർ നമ്മളെ കൊണ്ട് ഒന്നും കൂടി പിച്ച് ചെയ്യിപ്പിക്കും.
സോ ഇൻ ബിഗിനിങ് യു ആർ പിച്ചിങ് ആക്ച്വലി ടു ദ ടീം. അതുവരെ കാണിച്ചൊരു ഷോ പോലെയാണെന്നാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം പിച്ച് ചെയ്യും, നമ്മുടെ നമ്പേഴ്സും നമ്മുടെ വിഷനും എല്ലാം നമ്മൾ ഒന്നേന്ന് പറയണം. പിന്നെ ദേ വിൽ ഫോർവേഡ് ഇറ്റ് ടു എ ഡ്യൂ ഡിലിജൻസ് ടീം. സോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ടീമാണ്, ദേ ആർ ബേസ് ഔട്ട് ഓഫ് ഡൽഹി. ദേ ടേക്ക് കെയർ ഓഫ് ഓൾ ദ ഡ്യൂ ഡിലിജൻസ്. അപ്പോൾ ഇപ്പം നമ്മൾ ഡ്യൂ ഡിലിജൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവരൊരു ഡ്യൂ ഡിലിജൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് തരുമ്പോഴാണ് അമൻ ഫണ്ടിങ് ആക്ച്വലി പ്രോസസ്സ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് ദേ ഹവ് ഓൾസോ കോൾഡ് അസ് ടു മീറ്റ് അമൻ. ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല, ബട്ട് ഹോപ്പ്ഫുള്ളി എൻഡ് ഓഫ് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ഓഫ് മാർച്ചിലാണ് നമ്മൾ ഡൽഹി പോയി പുള്ളീനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഇൻഫാക്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു റിലേറ്റഡ് വർക്കിന് പോയിരുന്നപ്പം വി ബംപ്ഡ് ഇൻ ടു അമൻ ഗുപ്താസ് ടീം. അപ്പോൾ അവർ അപ്പോഴാണ് പറഞ്ഞത്, നമ്മൾ ചോദിച്ചു ഞങ്ങൾ മാത്രമാണോ പൈസ എനിക്ക് കിട്ടാത്ത, എനി ഫാക്ടർ റീസൺ? സോ ഹി സെഡ് നോബഡി ഹാസ് റിസീവ് ദ മണി ബിക്കോസ് ഇറ്റ്സ് ഓൾ അണ്ടർ പ്രോസസ്. ഇവർക്കൊരു 100-120 ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഇവർ യെസ് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഫുൾ ഡീറ്റെയിൽ ഇവർ പഠിച്ച് ഒരു ഡ്യൂ ഡിലിജൻസ് റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ ഫണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എൻ്റെ ഇതിനകത്തൊരു കണ്ടീഷണൽ ഓഫർ ഉണ്ടായിരുന്നു. ദെൻ മാർക്കറ്റിങ്ങിലായിരുന്നു ദേ സോ ദാറ്റ് വി വർ ലാക്കിംഗ്, വിച്ച് ഇസ് വെരി ട്രൂ ആൻഡ് വിച്ച് ഇസ് വൈ വി തോട്ട് അമൻ വുഡ് ബി എ ഗ്രേറ്റ് അഡിഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു CMOയും കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വി ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ്. ഇതും പറഞ്ഞുകൊണ്ട് വി സോ ദാറ്റ് അമൻ സെഡ് യു നോ യു വാണ്ടഡ് എ CMO, സോ ഐ ആം ദ CMO ഫോർ യു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. ആൻഡ് അത് ഞാൻ ഒന്നൊന്നായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അമൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഈവൻ ലാസ്റ്റ് ഇയർ കണ്ടസ്റ്റൻസ്, ലാസ്റ്റ് ഇയർ ഫൗണ്ടേഴ്സായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരും പറയുന്നത് വെച്ചാൽ യു കനോട്ട് എക്സ്പെക്ട് ഹെൽപ്പ് ഇൻ യുവർ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ബട്ട് വാട്ട് ദേ വിൽ ഡു ഇസ് എന്ത് ചോദിച്ചാലും ദേ വിൽ ഹെൽപ്പ് യു അബൌട്ട്. ബട്ട് ദ മെയിൻ തിങ് ഇസ് ഇൻ ടേംസ് ഓഫ് കോൺടാക്ട്സ്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഐ വോണ്ട് ടു ബി ഓൺ നൈക്ക ആൻഡ് ഞാൻ ചെറിയ വഴി കൂടെയൊക്കെ നോക്കിയിട്ടും നൈക്ക എനിക്ക് റെസ്പോൺസ് തരുന്നില്ല ബിക്കോസ് ഐ എം എ സ്മോളർ ബ്രാൻഡ് വോട്ട് എവർ ഇറ്റ് ഇസ്. സോ അമൻ വിൽ, you have to draft a mail and Aman will forward it from his email ID. So that is the kind of help that they are talking about. Yeah. നെറ്റ്വർക്കിംഗ് ഹെൽപ്പ് ചെയ്യും അല്ലേ? നെറ്റ്വർക്കിംഗ് പിന്നെ അമൻ പോകുന്ന എവിടെ പോകുമ്പോഴും പുള്ളിയുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഈ ബ്രാൻഡും റെപ്രസെൻറ്റ് ചെയ്യും. സോ ഓൾറെഡി അവരുടെ വെബ്സൈറ്റിലായാലും, നോട്ട് ബോട്ട് വെബ്സൈറ്റ്, അവരുടെ ഈ സെയിൽ ത്രൂ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ആ വെബ്സൈറ്റിലായാലും വി വിൽ ബി ലിസ്റ്റഡ് പാർട്ട് ഓഫ് ഇറ്റ്. 4 വർഷം മുമ്പ് മെയിൻറ്റെയിൻ തുടങ്ങിയപ്പോൾ മന്ത്ലി സെയിൽസ് എത്രയായിരുന്നു? ഷാർക്ക് ടാങ്ക് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മന്ത്ലി സെയിൽസ്? സോ തുടങ്ങിയ സമയത്ത് ബാക്ക് ഇൻ 2017-18 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് we were clocking in around 1 lakh a month. That was the kind of revenue we were getting, and this was no paid marketing, nothing. But Shark Tank's session, just in February itself we have closed at around 15 lakhs from everything put together, and it's still growing. The numbers are growing. നമുക്ക് മാക്സിമം ഇപ്പം മെയിൻറ്റെയിൻ്റെ ഒരു സ്പെസിഫിക് നീഷാണ് ഞാൻ ക്രാക്ക് ചെയ്യാൻ നോക്കുന്നത്. അപ്പം എൻ്റെ ഇതിനകത്ത് ആസ് ഇറ്റ് ഇസ് 60% ഓഫ് മൈ സെയിൽസ് പ്യുവർലി കം ഫ്രം വെബ്സൈറ്റ്. അത് കുറേ ഇൻവെസ്റ്റേഴ്സിനൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് ബിക്കോസ് ഈ D2Cനകത്ത് കോമൺ മാർക്കറ്റ് പ്ലേസസിൽ പോയി സെയിൽ ഉണ്ടാക്കലാണ് കോമൺ. ബട്ട് ഇൻ അവർ കേസ് വി ആർ ജസ്റ്റ് ഓപ്പണിംഗ് അപ്പ് ടു മാർക്കറ്റ് പ്ലേസസ്. എൻ്റെ മാക്സിമം സെയിൽസ് സ്റ്റിൽ കംസ് ഫ്രം മൈ വെബ്സൈറ്റ്. ഒരു 30% കംസ് ഫ്രം മാർക്കറ്റ് പ്ലേസസ്. ആൻഡ് ഇതൊരു കേർലി ഹെയർ ടോപ്പിക് ആയതുകൊണ്ട് ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ബെറ്റ്. സോ വി ആർ ഓൾസോ ടാർഗറ്റിംഗ് സാലോൺസ്. അപ്പം ബോംബെ ഒരു 5 സാലോൺസിൽ ഓൾറെഡി ഞങ്ങളുടെ പ്രോഡക്ട്സ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാംഗ്ലൂരും 5 സാലോൺസിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ചെന്നൈ, ദർ ആർ സോ മെനി അപ്കമിങ് സാലോൺസ് റീച്ചിങ് ഔട്ട് ഫോർ സ്റ്റോക്കിംഗ് മൈ പ്രോഡക്ട്സ്. സോ ദാറ്റ് ഈസ് ദ ഐഡിയൽ ഗ്രോത്ത് ബിക്കോസ് ഈ കേർലി ഹെയർ നമ്മൾ അവയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എൻ്റെ പാർട്ട്ണർ ഒരു ട്രെയിൻഡ് സ്റ്റൈലിസ്റ്റ് ആണ്. ഈ കേർലി ഹെയർ കട്ട് ചെയ്യുന്ന രീതിയും കേർലി ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന രീതിയും ഷീസ് ഡൺ എ കോഴ്സ് ഫ്രം ദുബായ്. സോ ഒരു എക്സ്ക്ലൂസീവ് കോഴ്സാണ്. ഇൻഫാക്ട് ഷീ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ ടു ഹാവ് ഡൺ ഇറ്റ്. അപ്പം ആ കോഴ്സും കൂടി ചെയ്യുമ്പം വെറെവർ വി ഗോ നൗ വിത്ത് ദി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ട്രാവൽ ചെയ്യണം, നമ്മൾ സാലോൺസിലൊക്കെ പിച്ച് ചെയ്യുമ്പം വി വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഒരു ബെറ്റർ സെയിൽ ആൻഡ് അപ്രോച്ച് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മെയിൻറ്റെയിൻ ഒരു ഫുള്ളി വിമൺ ഫൗണ്ടേഴ്സ് ഓൺഡ് കമ്പനിയാണ്. വിമൺ ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാറ് പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ആക്ച്വലി ഡിഫിക്കൾട്ടാണ്. എത്ര ഞാൻ എൻ്റെ സ്റ്റോറി ഷെയർ ചെയ്താലും എത്ര അതിനെപ്പറ്റി സംസാരിച്ചാലും ദർ ആർ ഡിഫിക്കൽട്ടീസ്, ദർ ആർ സോ മെനി ഡിഫിക്കൽട്ടീസ്. എസ്പെഷ്യലി ആ ഒരു ഇന്നൊരു കാര്യം ചെയ്യണം, ടു ബി ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോവുകയാണെങ്കിലും ഫണ്ടിങ്ങിന് പോവുകയാണെങ്കിലും there is competition, there is tough competition, but as long as I think your family is really supportive and encouraging, you will still be able to go up the ladder, however difficult. So എൻ്റെ ഫാമിലി ആയാലും എൻ്റെ മദർ ആയാലും എൻ്റെ ബ്രദർ, ഇപ്പം എൻ്റെ ഫാമിലിയിൽ 2 ലോസ് നടന്നിട്ടുണ്ട്. ഒരു ഫാദറും ഇല്ല, ഒരു ബ്രദറും ഇല്ല. പക്ഷെ എന്നാൽ പോലും they are very encouraging about ഇത് പോയി
ഇതിനകത്തൊരു ട്രാക്ഷനും ഒരു ഫെയ്ത്തും അവർക്ക് കാണുന്നുണ്ട്. അതേപോലെ എൻ്റെ പാർട്ട്ണർ ആക്ച്വലി മദർ ഓഫ് 3 kids ആണ്, ബട്ട് ഹസ്ബൻഡ് ഓൾസോ ഇസ് വെരി സപ്പോർട്ടീവ്, ഹർ ഇൻലോസ് ആർ ഓൾസോ വെരി സപ്പോർട്ടീവ്. സോ ദാറ്റ് വേ വി ഹാവ് ബീൻ ലക്കി. ബട്ട് ഡെഫിനറ്റ്ലി when you go out into the market, it's very easy to get intimidated by a lot of men, where they come and tell you, okay, see, even on stage it was very easy for Amit to say that aap log time pass kar rahe ho. But thankfully we had people to support us on stage, like Aman and Namita. They said this is definitely not a time pass. Maybe in terms of scaling, because of maybe personal loss, angantha kaaranangal kaaranam, and we were not funded. See, without funding aanu nammal ithrayum grow ചെയ്തിരിക്കുന്നത്. So even we have full faith now. പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിൽ തന്നെ നമുക്ക് എത്തിക്കാമെന്ന് ഉള്ള ആ കോൺഫിഡൻസ് നമുക്കും ഉണ്ട് ഇപ്പം, rather than just going and asking for money for an idea stage. So if any founders come to me, that is what I will also recommend. In fact, I was having a chat with him before. So ഞാനും സാറിൻ്റെ അടുത്ത് അതാ പറഞ്ഞത്, നമ്മൾ ഐഡിയ സ്റ്റേജ് ഫണ്ടിങ്ങിനെക്കാളും some cases നമുക്ക് ഐഡിയ സ്റ്റേജിൽ തന്നെ പൈസ വേണ്ടി വരും, എസ്പെഷ്യലി ഫിൻടെക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വലുതായിട്ട് വേണം. ബട്ട് D2C ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഓപ്പറേഷൻസ് ഒന്ന് സ്ട്രക്ചർ ചെയ്തതിന് ശേഷം ഫണ്ടിങ്ങിന് പോകുന്നതാണ് ഐ തിങ്ക് ഇസ് എ റൈറ്റ് ഓപ്ഷൻ. ഡെലോയിറ്റിലെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഇൻഷറ ഇതിലേക്ക്. അപ്പോൾ ഈ കഴിഞ്ഞ 4 വർഷത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ മതിയാക്കിയിട്ട് ജോലിയാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇൻഫാക്ട് ഞാൻ ഡെലോയിറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ പോലും അവിടെയും ഇത് തന്നെയായിരുന്നു എൻ്റെ മെയിൻ തിങ്. ഞാൻ ഈ കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയി പറയും, യു ആക്ച്വലി ഹാവ് സ്ട്രേറ്റ് ഹെയർ, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ ഇത് ശരിയാവും. So there was a lot of encouragement from office itself. Even they realized, that my real passion is actually selling the product, which is something I'm very good at. And I can sell the story also very nicely. What is the benefit of this? അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ആൻഡ് അവിടെ നിൽക്കണമെങ്കിൽ പോലും ഐ ഹാഡ് ടു ഡു CPA അങ്ങനത്തെ കൈൻഡ് ഓഫ്. ഞാൻ ഡെലോയിറ്റ് US India ഓഫീസിലായിരുന്നു. സോ ഇറ്റ് വാസ് ബേസിക്കലി USൻ്റെ ബാക്ക് എൻഡ് ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തത്. സോ ഐ നെവർ റിയലി എൻജോയ്ഡ് ദ വർക്ക് കൾച്ചർ ആൻഡ് ഇറ്റ് വാസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഐ നോ ഇറ്റ് ഈസ് എല്ലാവർക്കും ഒരു ചെയ്യാൻ പറ്റിയ ഒരു അവസരമല്ല ഒരു ജോലി വിട്ടിട്ട് വേറെ എന്തെങ്കിലും പോയി സ്റ്റാർട്ട് ചെയ്യുക. സോ ഐ വുഡ് സേ ഐ ബീൻ വെരി ഫോർച്ചുനേറ്റ് ടു ഹാവ് അങ്ങനത്തെ ഒരു ബാക്കിംഗ് ഉള്ളത് കാരണം എനിക്കത് വിട്ടിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റി. സോ അതിൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ്. ലോങ് ടേം ഇപ്പോൾ എനിക്ക് മാനുഫാക്ചറിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല, മാനുഫാക്ചറിംഗിലേക്ക് പോകും, ലോങ് ടേം വിഷൻ എന്താണ്? So for Manetain, as of now, what we see is we have looked up to a few brands in the US that have really made it big in the curly hair segment. അപ്പം അവരുടെ ഒരു ഗ്രോത്ത്, അവരുടെ കൈൻഡ് ഓഫ് ഫണ്ടിങ് പാറ്റേൺ അത് വെച്ചിട്ടാണ് ഞാൻ മോസ്റ്റ്ലി മെയിൻറ്റെയിൻ്റെ വിഷനും പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് വി ആർ പ്ലാനിങ് ടു ലോഞ്ച് സ്റ്റൈലേഴ്സ്, ബിക്കോസ് എൻ്റെ ഹെയർ പ്രോഡക്റ്റിനകത്ത് ഇപ്പം ഇല്ലാത്ത ഒരു പാർട്ടാണ് സ്റ്റൈലേഴ്സ്. അപ്പോൾ സ്റ്റൈലേഴ്സാണ് ഈ ഫൈനൽ റിസൾട്ട് കാണിക്കുന്നത്. ദാറ്റ് ഈസ് എ ലീവ് ഇൻ കണ്ടീഷണർ ആൻഡ് എ ജെൽ. അപ്പോൾ അത് ലോഞ്ച് ചെയ്യാനാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നോക്കുന്നത്. പിന്നെ അതിനുശേഷം വി ആർ ഓൾസോ പ്ലാനിങ് ടു ലോഞ്ച് എ റേഞ്ച് ഫോർ ചിൽഡ്രൻ, because we feel like this kind of information needs to be passed on from when you're growing up, because that is when you will actually start loving yourself. Because even though ഇപ്പം ഹെയർ അക്സെപ്റ്റ് ചെയ്തതാണ് ഒരു വലിയ ഫാക്ടർ, ബട്ട് ദെൻ ആഫ്റ്റർ ദാറ്റ് എവറി ഫ്ലോ ഓഫ് യോഴ്സ് നമ്മുടെ ആ പേഴ്സണൽ ജേർണി വിൽ ഇറ്റ് സെൽഫ് ചേഞ്ച്. ദ കൈൻഡ് ഓഫ് കോൺഫിഡൻസ് ദാറ്റ് ഇറ്റ് ഗിവ്സ് യു, that you don't have to depend on a heat tool to do up your hair or to look professional, because I feel curly hair is also professional if it's maintained in the right way. അപ്പം we have a lot of inquiries from mothers asking us, oh, I don't know how to manage my child's hair, what can I do? So we feel like a simple range, just a shampoo, conditioner and a styler for children would be a very good avenue. And പ്രൈസിങ് ഒരു വലിയ സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ഇന്ത്യയിൽ. ആൻഡ് ഞങ്ങളുടെ ചില കമ്പറ്റീറ്റേഴ്സിൻ്റെ മേജർ ഗ്രോത്ത് വന്നത് അവരും ആദ്യം ഒരു റേഞ്ച് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് ലോഞ്ച് ചെയ്തത്, പിന്നെ അതിന് ശേഷം അവരൊരു ബഡ്ജറ്റ് റേഞ്ച് പോലെ ലോഞ്ച് ചെയ്തു. അപ്പം അതും ഞങ്ങളുടെ മൈൻഡിലുണ്ട്, ഞങ്ങൾക്കൊരു ബഡ്ജറ്റ് റേഞ്ചും കൂടി ലോഞ്ച് ചെയ്ത് വി വിൽ ഗെറ്റ് മോർ മാസ് ഓഡിയൻസ് കേറ്ററിങ് ടു അവർ പ്രോഡക്ട്സ്. So that is the immediate plan of action. But in future we want to also launch products for particular concern. ചിലപ്പോൾ colored hair ന് ഉപയോഗിക്കേണ്ട പ്രോഡക്ട്സ്, ഡാൻഡ്രഫിനുള്ള പ്രോഡക്ട്സ്, ബട്ട് എവറിത്തിങ് വിൽ ബി അണ്ടർ ദ റേഞ്ച് ഓഫ് കേർലി വേവി ഹെയർ. ബിക്കോസ് ആ നീഷിൽ തന്നെ ഞങ്ങൾക്ക് കുറേ ടാർഗറ്റ് ചെയ്യാൻ ഉണ്ട്. സോ ഹെയർ കെയർ ഇൻഡസ്ട്രി ഒരു 23,000 crore ഇൻഡസ്ട്രി എന്നാണ് അവർ പറയുക. പക്ഷേ അതിനകത്തൊരു 50% തന്നെ ആക്ച്വലി കേർലി വേവി ഹെയർ ആണ്. ഇന്ത്യയിൽ ടു ഫൈൻഡ് പീപ്പിൾ വിത്ത് പോക്കർ സ്ട്രേറ്റ് ഹെയർ ഇസ് ആക്ച്വലി വെരി റെയർ.
സി കേരള ഇറ്റ്സെൽഫ് ഇസ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഫോർ മീ. പക്ഷെ ഞാനിവിടെ അത്രയും എക്സ്പ്ലോയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ബിക്കോസ് ബിസിനസ് ബോംബെയിലാണ്, ഓൺലൈനാണ്, ടയർ 1 സിറ്റീസിലാണ് ഇതിൻ്റെ നോളജ് കൂടുതലും ഉള്ളത്. ബട്ട് റൈറ്റ് നൗ ബിക്കോസ് ദർ ആർ സോ മെനി മല്ലു സെലിബ്രിറ്റീസ് ഹു പേഴ്സണലി പർച്ചേസ് പ്രോഡക്ട്സ് ഫ്രം ആ വെബ്സൈറ്റ്. ഇപ്പം അവരൊക്കെ ആനാബെൻ, റിമാക്ക ലിങ്കിൾ, പാർവതി, അപ്പോൾ അവരെല്ലാം നാച്ചുറലി ഹെയർ എംബ്രേസ് ചെയ്യുന്നത് ഒരു വലിയ പ്ലസ് ആണ് ഫോർ എ ബ്രാൻഡ് ലൈക്ക് മൈൻ. Because at the end of the day, what your favorite actress or actor is wearing and using automatically becomes important for you, you know, your footsteps that way. സെയിൽസ് എങ്ങനെ കൂടുതൽ വരുന്നത്? ഇതുപോലെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണോ അതോ? So initially നമ്മുടെ സെയിൽസ് പ്യോർലി കമ്മ്യൂണിറ്റി ഡ്രിവൻ ആയിരുന്നു. ലൈക്ക് ഐ ഡെൻറ്റ് ഹാവ് ടു സ്പെൻഡ് എ പെനി. ലൈക്ക് ഞാൻ വെറുതെ പ്രോഡക്ട്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു സ്റ്റോറിയും റീലും, അന്ന് റീലില്ല, സ്റ്റോറീസ് ആയിരുന്നു മെയിൻ ഹൈലൈറ്റ്. സ്റ്റോറിയും വീഡിയോ പോസ്റ്റും ഒക്കെ അവർ തരുമായിരുന്നു. ബട്ട് നൗ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇസ് എല്ലാ ബ്രാൻഡ്സിനടുത്തും ചോദിക്കുകയാണെങ്കിൽ ഒരു വെരി എക്സ്പെൻസീവ് അഫെയർ ആണ്. നല്ല പൈസ പോകുന്ന പരിപാടിയാണ്. ബിക്കോസ് ഒരു റീൽ ഒരു നല്ല റീച്ച് കിട്ടുന്ന ആളുടെ പോയി ചോദിക്കണമെങ്കിൽ മിനിമം 40,000 റുപ്പീസൊക്കെയാണ് അവർ ചാർജ് ചെയ്യുക. അപ്പോൾ ആ 40,000 വർത്ത് സെയിൽ കൺവേർഷൻ നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് ട്രേസ് ചെയ്യാൻ എപ്പോഴും ഭയങ്കര പാടാണ്. സോ അതിനാണ് ഇപ്പം ദർ ഇസ് യു ഗൈസ് ഓൾറെഡി നോ ഈ ഡിസ്കൗണ്ട് കോഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. വേ യു ബ്ലോഗറിന് ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കോഡ് ബ്ലോഗറിൻ്റെ വെബ്സൈറ്റിൽ ഉപയോഗിക്കാം. അവർക്കും ഒരു കമ്മീഷൻ കിട്ടും, കസ്റ്റമറിനും ഒരു ഡിസ്കൗണ്ട് കിട്ടും. ആൻഡ് നമ്മൾ മന്ത്ലി അത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ ദാറ്റ് ഈസ് വൺ വേ നമുക്കത് വർക്കൗട്ട് ചെയ്തത്. ഒരു സമയത്ത് വി യൂസ് ടു സ്പെൻഡ് ബിക്കോസ് വി വർ ഓൾസോ നല്ല പ്രോഫിറ്റബിൾ ആയിരുന്നു. അപ്പം വിചാരിച്ചു പൈസ ഉള്ളപ്പം നമ്മൾ വിചാരിക്കും അത് ചെയ്യാം ഇത് ചെയ്യാം, അങ്ങനെ കുറേ മണിത്തരമൊക്കെ ഞങ്ങളും ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഹവ് ലോസ് മണി ഓൾസോ. സോ ദെൻ വി റിയലൈസ് ഓക്കെ ആ ഡിറക്ഷനിൽ പോയിട്ട് കാര്യമില്ല. വി നീഡ് ഇൻഫ്ലുവൻസേഴ്സ്, എന്തായാലും ഇൻഫ്ലുവൻസേഴ്സ് വേണം. മേ ബി ലിമിറ്റഡ് ടു ഫണ്ടിങ്ങിന് ശേഷം നമുക്ക് ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സിനും ബഡ്ജറ്റ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു സമയത്ത് മേ ബി ഡു 1 or 2 പെയ്ഡ് മാർക്കറ്റിംഗ് ആൻഡ് ബാക്കി നമ്മൾ ബാർട്ടർ വെച്ച് ചെയ്യാൻ തന്നെ നോക്കുക. സെൻഡ് ദം പ്രോഡക്ട്സ് യുനോ ആൻഡ് ഗിവ് അസ് കോണ്ടന്റ്. ആൻഡ് അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. യുനോ ഇറ്റ്സ് നോട്ട് ദാറ്റ് എവറിബഡി വാണ്ട്സ് പെയ്ഡ്. So it depends on how you choose and how you strategize basically. Yeah.